ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് കമ്പ്യൂട്ടർ സയൻസിലെ +2ൻ്റെ പാർട്ട് 1ലെ 5ാമത്തെ ചാപ്റ്ററായ വെബ് ഡിസൈനിങ് യൂസിങ് HTML എന്ന പാഠഭാഗത്തു നിന്നും 2020 ഈ എക്സാമിനേഷന് ചോദിക്കാനായിട്ട് സാധ്യതയുള്ള ചില ചോദ്യങ്ങളെപ്പറ്റി നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകും. അപ്പോൾ വെബ് ഡിസൈനിങ് യൂസിങ് HTML. അപ്പോൾ ഇതിന് മുമ്പുള്ള വെബ് ഡിസൈനിങ്ങിൻ്റെ 4ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ കുറച്ചധികം കമാൻഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ കുറച്ച് ആട്രിബ്യൂട്ട്സും ടാഗുകളും പഠിച്ചിരുന്നു. അതിൻ്റെ തുടർച്ചയെന്നോണം നമ്മളിവിടെ കുറച്ച് കാര്യങ്ങൾ അധികം പഠിക്കാൻ പോകണം. അപ്പോൾ അതാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്ന വെബ് ഡിസൈനിങ് യൂസിങ് HTML എന്ന് പറഞ്ഞ ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ വരാൻ പോകും. അപ്പോൾ അതിലാദ്യം നമുക്ക് പഠിക്കാനുള്ളത് ലിസ്റ്റുകളാണ്. ലിസ്റ്റുകളിൽ പലതരത്തിലുള്ള ലിസ്റ്റുകളുണ്ട്. അതിലൊന്നാമത്തെ ലിസ്റ്റാണ് അൺഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറയും, അല്ലെങ്കിൽ നമുക്ക് UL എന്ന് പറയുന്ന ഒരു കമാൻഡ് കൊണ്ട് നമുക്കിവിടെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. UL എന്ന് പറയുന്ന കമാൻഡ്. നോക്കാം. അപ്പം UL എന്ന് പറയുന്ന കമാൻഡ് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ഈ സംഭവം. നോക്കിയേ, നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഒരു ചെറിയ കോഡ് കൊടുത്തിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ എന്താണ് അൺഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ, പലതരത്തിലുള്ള ലിസ്റ്റുകളിൽ ഒന്നാണ് അൺഓർഡേർഡ് ലിസ്റ്റ്. ഓർഡേർഡ് ലിസ്റ്റ് വേറെ ഉണ്ട്. അൺഓർഡേർഡ് ലിസ്റ്റ് എന്ന ഒരു പ്രത്യേക ഓർഡർ ഇല്ലാത്ത ലിസ്റ്റുകളെയാണ് അൺഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ കൊടുത്തിരിക്കുന്ന നമുക്ക് വൈൽ ബൈയിങ് എ കമ്പ്യൂട്ടർ വി ഹാവ് ടു കൺസിഡർ മെനി ഐറ്റംസ്. ഹിയർ ആർ സം ഇമ്പോർട്ടൻറ്റ് ഐറ്റംസ് ടു കൺസിഡർ. റാം, ഹാർഡ് ഡിസ്ക്, മദർ ബോർഡ്, പ്രോസസ്സർ. ഇതിനൊരു ഓർഡറൊന്നുമില്ല, ചുമ്മാ അങ്ങ് പറഞ്ഞിരിക്കുക. നമ്മൾ സാധാരണഗതിയിൽ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം വാങ്ങിക്കുമ്പോൾ എന്തൊക്കെ നമ്മൾ നോക്കണം? റാം, ഹാർഡ് ഡിസ്ക്, മദർ ബോർഡ്, പ്രോസസ്സർ. ഇത് ഏത് ഓർഡറിൽ പറഞ്ഞാലും കുഴപ്പമില്ല. അങ്ങനെ ഓർഡർ ഇല്ലാത്ത ലിസ്റ്റുകൾക്ക് വേണ്ടിയാണ് നമ്മൾ അൺഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ടാഗാണ് UL എന്ന് പറയുന്ന കണ്ടെയ്നർ ടാഗ്. UL എന്ന് പറയുന്ന കണ്ടെയ്നർ ടാഗ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, UL എന്ന് പറയുന്ന കണ്ടെയ്നർ ടാഗാണ് ഇവിടെ നമ്മുടെ ഈ കോഡിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. കണ്ടോ, ഈ UL എന്ന് പറയുന്ന ടാഗ്. ഈ UL എന്ന് പറയുന്ന ടാഗ് ഓപ്പണിംഗും ഉണ്ട്, അതുപോലെ ഇവിടെ ക്ലോസിങ്ങും ഉണ്ട്. അതിനുള്ളിലാണ് നമ്മുടെ ലിസ്റ്റ് എഴുതേണ്ടത്. പക്ഷേ ശ്രദ്ധിക്കുക, ലിസ്റ്റ് എപ്പോഴും എഴുതേണ്ടത് ഏത് ടാഗിനുള്ളിലായിരിക്കണം? LI എന്ന് പറയുന്ന ടാഗിൻ്റെ അകത്തായിരിക്കണം. കണ്ടോ, ഓരോ ലിസ്റ്റുകളും LI എന്ന് പറയുന്ന ടാഗ് ഓപ്പൺ ചെയ്യുക, അതിനിട്ട് ലിസ്റ്റ് എഴുതുക, ക്ലോസ് ചെയ്യുക, ഓപ്പൺ ചെയ്യുക, ലിസ്റ്റ് എഴുതുക, ക്ലോസ് ചെയ്യുക. ഇങ്ങനെ വേണം കൊടുക്കാൻ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അൺഓർഡേർഡ് ലിസ്റ്റ് ആണെങ്കിൽ നമ്മൾ ഇതിനുള്ളിലേക്ക് നമ്മൾ ലിസ്റ്റുകൾ കൊടുക്കുന്ന സമയത്ത് ഏത് ലിസ്റ്റ് ആയാലും, അൺഓർഡേർഡ് ലിസ്റ്റ് എങ്ങനെ കൊടുത്തെന്ന് പറഞ്ഞാലും അത് LI എന്ന് പറയുന്ന ടാഗിനുള്ളിൽ മാത്രമേ നമുക്ക് ഓരോ ലിസ്റ്റും കൊടുക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പം ലിസ്റ്റുകളിൽ ഒന്നാമത്തേതാണ് LI എന്ന് പറയുന്ന അൺഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറയുന്ന UL എന്ന് പറയുന്ന ടാഗ് പഠിച്ചു. ഒപ്പം നമ്മൾ LI എന്ന് പറയുന്ന ടാഗും പഠിച്ചിട്ടുണ്ട്. ഓക്കെ, LI ടാഗ് എന്താ? ലിസ്റ്റിന് വേണ്ടി ഉപയോഗിക്കുന്നു. അത് അൺഓർഡേർഡ് ലിസ്റ്റ് ആണെങ്കിൽ UL എന്ന് പറയുന്ന ഓപ്പണിങ്ങും UL എന്ന് പറയുന്ന ക്ലോസിങ്ങും ഉണ്ടായിരിക്കണം. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി നമുക്ക് അടുത്ത ടൈപ്പ് ലിസ്റ്റിലേക്ക് പോവാം. ഓക്കെ, അപ്പം ഇതാണ് നെക്സ്റ്റ് ഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറയും. ഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓർഡർ ഇല്ലാത്ത ലിസ്റ്റ് പോലെ ഇവിടെ ഒരു ഓർഡറുള്ള ലിസ്റ്റ്. ഏതെങ്കിലും പ്രത്യേക ഇപ്പം ഒന്നെങ്കിൽ അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറുകളിൽ നമുക്കതിനെ സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓർഡേർഡ് ലിസ്റ്റ് കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഇവിടുത്തെ ഉദാഹരണം നമുക്ക് നോക്കാം. ഇവിടെ ഇപ്പോൾ ഒരു ഓർഡേർഡ് ലിസ്റ്റ് കാണിച്ചിരിക്കുന്നത് നിങ്ങളിവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. ഇവിടെ മെമ്മറി സ്പീഡിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ രജിസ്റ്റർ, ക്യാഷ്, റാം, ഹാർഡ് ഡിസ്ക്, ഇങ്ങനെ 4 ആളുകളെ നമ്മളതിൻ്റെ സ്പീഡിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിവിടെ സോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു ഓർഡറുണ്ട്. അങ്ങനെയുള്ള സ്പെസിഫിക് ഓർഡർ വരുന്ന സ്ഥലങ്ങളിൽ നമ്മൾ തീർച്ചയായിട്ടും OL എന്ന് പറയുന്ന ടാഗാണ് ഉപയോഗിക്കേണ്ടത്. മനസ്സിലായോ? OL ടാഗ് ഉപയോഗിക്കുക. അപ്പോൾ ഈ OL എന്ന് പറയുന്ന ടാഗിനുള്ളിൽ വേണം നമ്മൾ ഓർഡേർഡ് ലിസ്റ്റ് കൊടുക്കാൻ. അപ്പം അവിടെയും LI ടാഗുണ്ട്. LI ടാഗിൻ്റെ ഉള്ളിലാണ് കൊടുക്കുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പം മറ്റേതിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. OL എന്ന് പറയുന്ന കണ്ടെയ്നർ. മറ്റൊരെണ്ണമാണ് ഡെഫിനിഷൻ ലിസ്റ്റ്. അപ്പോൾ നമ്മളിപ്പം 3ാമത്തെ ലിസ്റ്റാണ് പഠിക്കുന്നത്. അൺഓർഡേർഡ് ലിസ്റ്റ് 1ാമത്തത്, 2ാമത്തത് ഓർഡേർഡ് ലിസ്റ്റ് 3ാമത്തത്,
ഡെഫിനിഷൻ ലിസ്റ്റ്. ഇപ്പോൾ ഈ ഡെഫിനിഷൻ ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം ഡെഫിനിഷനുകൾക്ക് വേണ്ടിയാണ് നമ്മൾ ഇത്തരം ലിസ്റ്റുകൾ ഉപയോഗിക്കുന്നത്. ഇവിടെ എന്ത് ലിസ്റ്റ് എന്ന് പറയാൻ കാര്യം, ഇപ്പം സ്പാം എന്ന് പറയുന്ന ഒരു ഒന്നാമത്തെ ലിസ്റ്റാണ്, അതിൻ്റെ ഒരു ഡെഫിനിഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട് കണ്ടോ. അതിനുശേഷം ഫിഷിംഗ് എന്ന് പറയുന്ന രണ്ടാമത്തത്, അതിൻ്റെ ഒരു ഡെഫിനിഷൻ. ഇങ്ങനെ ഓരോ ഹെഡിങ്ങും അതിൻ്റെ ഡെഫിനിഷനും ഉള്ള തരത്തിലുള്ള ലിസ്റ്റുകൾക്കാണ് നമ്മൾ ഡെഫിനിഷൻ ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു കോഡ് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനിഷൻ ലിസ്റ്റിന് നമ്മൾ DL എന്ന് പറയുന്ന ടാഗാണ് ഉപയോഗിക്കേണ്ടത്. അതൊരു കണ്ടെയ്നർ ടാഗാണ്, അതായത് ഓപ്പണിങ്ങും ഉണ്ട് ക്ലോസിങ്ങും ഉണ്ട്. DL ടാഗിൻ്റെ അകത്ത് നോക്കാം. ഇവിടെ ഈ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഹെഡിങ് സ്പാം എന്നാണ് അല്ലേ. അപ്പോൾ അത്തരം ഹെഡിങ് കൊടുക്കാൻ DT എന്ന് പറയുന്ന ഒരു ടാഗാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ DT ടാഗ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, DT ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് അതിനുള്ളിൽ നമുക്ക് അതിൻ്റെ ഹെഡിങ് എഴുതുന്നു അല്ലേ. അപ്പം ഡെഫിനിഷൻ്റെ ടൈറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത്, അതാണ് DT എന്ന് പറയുന്നത്. ആ ഡെഫിനിഷൻ ഏതാണെന്ന് വെച്ചാൽ അതാണ് നമ്മൾ DD എന്ന് പറയുന്ന ടാഗിനുള്ളിൽ എഴുതുന്നത്. DD എന്ന് പറഞ്ഞ ടാഗിനുള്ളിൽ എന്ത് എഴുതുന്നു അതാണ് ഇവിടെ നമുക്ക് ഡെഫിനിഷനായിട്ട് വരുന്നത്. DT എന്ന് പറയുന്നതിൻ്റെ അകത്ത് അതിൻ്റെ ടൈറ്റിലും വരും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ലിസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ LI എന്ന് പറയുന്ന ടാഗ് ഉപയോഗിക്കുന്നില്ല, ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. ഓർഡേർഡ് ലിസ്റ്റിലും അൺഓർഡേർഡ് ലിസ്റ്റിലും മാത്രമാണ് നമ്മൾ LI ടാഗ് ഉപയോഗിക്കുന്നത്. അല്ലാത്തടത്തൊന്നും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നില്ല, LI ടാഗ് ഉപയോഗിക്കുന്നില്ല. അപ്പം 3 തരത്തിലുള്ള ലിസ്റ്റുകളാണ് ഇപ്പോൾ ഇത്രയും പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മറ്റൊരു ലിസ്റ്റ് കൂടെ ഉണ്ട്, അതിനാണ് നെസ്റ്റഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. എന്താണെന്ന് ഇവിടെ നമുക്ക് നോക്കാം. നെസ്റ്റഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുള്ള നെസ്റ്റഡ് ലൂപ്പൊക്കെ പോലെ തന്നെ ഒരു ലിസ്റ്റിനകത്ത് മറ്റൊരു ലിസ്റ്റ് വരുന്നതിനാണ് നെസ്റ്റഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ. നമുക്ക് ഇവിടുത്തെ എക്സാമ്പിൾ ശ്രദ്ധിച്ച് നോക്കാം. ഈ എക്സാമ്പിൾ നോക്കാം. ഇതൊരു ഔട്ട്പുട്ട് സ്ക്രീൻഷോട്ടാണ്. അപ്പോൾ ഇതിനകത്തേക്ക് നോക്കിയാൽ നമ്മൾ ഒന്നാമത് ആ ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുന്നത് കിടക്കുന്നത് ഔട്ട്പുട്ട് ഡിവൈസ്, അതുപോലെ മെമ്മറി ഡിവൈസ്, ഈ കിടക്കുന്നതെല്ലാം ഒരു നമ്പറിട്ട ഹെഡിങ് ആണ് അല്ലേ. നമ്പറിട്ട ഹെഡിങ്ങുകൾ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം അത് ഓർഡേർഡ് ലിസ്റ്റാണ്. പിന്നെ നമ്പർ ഇടാത്തത് ഇതിനുള്ളിലുണ്ട് കണ്ടോ, ഇതിനുള്ളിൽ നമ്പർ ഇടാത്തതാണ് ഈ വന്നിരിക്കുന്നത്. ഈ നമ്പർ ഇടാത്തതെന്ന് പറയുമ്പോൾ അൺഓർഡേർഡ് ലിസ്റ്റിലും പെടുന്നതാണ്. അപ്പോൾ ഇത് രണ്ടും ഉണ്ട്. അപ്പം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കാൻ കാണാം. അപ്പോൾ ഫസ്റ്റ് ഒരു ഓർഡേർഡ് ലിസ്റ്റാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ളത് അല്ലേ. അതുകൊണ്ട് നമ്മളൊരു OL ഓപ്പൺ ചെയ്യുന്നു, ഇവിടെ ഒരു OL ക്ലോസ് ചെയ്യുന്നു. ഇതിനകത്ത് നമ്മൾ എന്താണ് UL അൺഓർഡേർഡ് ലിസ്റ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്നു. അതാണ് നമ്മുടെ കീബോർഡ്, മൗസ്, സ്കാനർ, MICR ഫസ്റ്റ് പാർട്ട് വരുന്നത് അത്രയും. അതാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ കൊടുക്കുന്നത് കണ്ടല്ലോ. LIയുടെ അകത്ത് ഓരോന്നായിട്ട് കൊടുക്കുന്നു. അതിനുശേഷം അടുത്ത ഹെഡിങ് ഏതാ, ഔട്ട്പുട്ട് ഡിവൈസ്, അതാണ് അടുത്ത LIക്ക് കൊടുക്കുന്നത്. പിന്നെ UL മറ്റൊരെണ്ണം ഓപ്പൺ ചെയ്യുന്നു കൊടുക്കുന്നു. ഇവിടെ ULനകത്ത് കൊടുത്തിരിക്കുന്ന മറ്റൊരു ആട്രിബ്യൂട്ടാണ് ടൈപ്പ് എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട്. ടൈപ്പ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. രണ്ടാമത്തേൻ്റെ അകത്ത് നോർമലി വരുന്നത് ഒരു സർക്കിളാണ് ഡീഫോൾട്ടായിട്ട് വരുന്നത്. ആ സർക്കിൾ വരാതെ അവിടെ സ്ക്വയർ ടൈപ്പ്, പ്രിൻ്റർ, മോണിറ്റർ, സ്പീക്കർ, ഇവിടെയൊക്കെ സ്ക്വയറാണ് വന്നിരിക്കുന്നുണ്ട്. ആ സ്ക്വയർ വരാൻ വേണ്ടി നമ്മളിവിടെ ഇൻവെർട്ടർ കോമൻ്റകത്ത് ടൈപ്പ് = സ്ക്വയർ എന്ന് കൊടുക്കണം. ഇത് ULൻ്റെ ആട്രിബ്യൂട്ടാണ്, അൺഓർഡേർഡ് ലിസ്റ്റിനകത്തുള്ള ആട്രിബ്യൂട്ടാണ് സ്ക്വയർ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ സർക്കിളാണ് കൊടുക്കുന്നതെങ്കിൽ സർക്കിൾ വരും. പിന്നെ ഓട്ടോമാറ്റിക് ഡീഫോൾട്ടായിട്ട് സർക്കിൾ തന്നെയായിരിക്കും വരുന്നത്. ഇതാണ് നെസ്റ്റഡ് ലിസ്റ്റ്. ലിസ്റ്റ് എന്ന ലിസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ നെസ്റ്റഡ് ലിസ്റ്റിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ലിസ്റ്റിനകത്തുള്ളത്.